ഓൾ റൈറ്റ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ സാധാരണ എല്ലാവരും ഈ ഒരു ടോപ്പിക്കിനെ പറ്റി വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ടു മേക്ക് മണി ഓൺലൈൻ എന്ന് പറഞ്ഞായിരിക്കും. ബട്ട് ദെൻ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ നോട്ട് ടു മേക്ക് മണി ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ പറ്റിയാണ്. എനിക്കറിയാം അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആൻഡ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സ്പെസിഫിക് ആയിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ചധികം കാരണങ്ങളുണ്ട്. അപ്പോൾ ഓൺലൈനിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഓൺലൈനിൽ ക്യാഷ് ഉണ്ടാക്കാൻ നമുക്ക് കുറേ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് സേ ഒരാൾക്ക് ഓൺലൈനിൽ ക്യാഷ് ഉണ്ടാക്കണം എന്ന് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഏതൊരാളെ പോലെയും അയാളും ചെയ്യാൻ ചാൻസ് ഉള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഹെഡ് ആൻഡ് ഓപ്പൺ യൂട്യൂബ് ഓർ ഗൂഗിൾ, എന്നിട്ട് ഹൗ ടു മേക്ക് മണി ഓൺലൈൻ അല്ലെങ്കിൽ ഹൗ ടു മേക്ക് മണി ഓൺലൈൻ മലയാളം എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യും. അപ്പോൾ ഗൂഗിളിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഈ ടോപ്പ് റാങ്കിങ് വീഡിയോസ് ആണ് അവർ ആദ്യം കാണാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും ടോപ്പ് റാങ്കിങ് റിസൾട്ട്സിലായിട്ട് നമുക്ക് റാങ്ക് ചെയ്യുന്ന കോണ്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ആവുന്ന നല്ല രീതിയിൽ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ കുറേയധികം ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസും കോണ്ടന്റും ഉണ്ട്. അതേപോലെ തന്നെ അട്ടർ BS ആയിട്ടുള്ള കുറേയധികം കോണ്ടന്റും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിപ്പോൾ സ്പെസിഫിക്കലി എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ക്യാഷ് ഉണ്ടാക്കാൻ കുറേ ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എക്സ്പോഷർ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ആദ്യം കാണുന്ന കോണ്ടൻറ്റൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഓൺലൈനിൽ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റിയ കുറച്ചധികം ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്യം കണ്ടുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുക. അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ 5-10 മിനിറ്റൊക്കെ ഇരുന്ന് അതിൽ കാണിക്കുന്ന പരസ്യം നിങ്ങൾ കാണണം. അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5-10 രൂപ തരുമെന്ന് പറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ബെറ്റിംഗ് ആപ്സ്, ഗാംബ്ലിംഗ്, പ്രിഡിക്ഷൻ കൈൻഡ് ഓഫ് ആപ്സ്, അതിൽ പൈസ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വരും. എന്നാലും ഓക്കെ, അങ്ങോട്ടേക്ക് കൊടുത്തിട്ട് അതിൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഗെയിം കളിച്ചിട്ട് 1/2 മണിക്കൂറൊക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് 5-10 രൂപ ഇങ്ങോട്ടേക്ക് കിട്ടും. അല്ലെങ്കിൽ ക്യാപ്ചർ ഫില്ലിംഗ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ MLM കമ്പനീസ്, അതേപോലെ തന്നെ സർവേസ്, ഇങ്ങനെ പറഞ്ഞാൽ കുറേ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് മെത്തേഡ്സ് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മെത്തേഡ്സ് ഇപ്പോൾ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ റിയലി സ്കെയിലബിൾ ആണോ? അതായത് ഇപ്പോൾ ആൾക്കാർ ഓൺലൈനിൽ ക്യാഷ് ഉണ്ടാക്കാൻ നോക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനത്തെ കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഇതൊന്നും എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഓരോരോ മെത്തേഡ്സ് ഒന്നും ഒരു രീതിയിലും സ്കെയിലബിൾ അല്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ഓഫ് ടൈമിന് ഒരു രീതിയിലും വേർത്ത് അല്ലാത്ത കുറച്ചധികം മെത്തേഡ്സ് ആണ് ഈ പറഞ്ഞത്. നിങ്ങളിപ്പോൾ ക്യാപ്ചർ ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ പരസ്യം കാണുക, അതായത് എത്രത്തോളം സ്കെയിലബിൾ ആണ്. നിങ്ങളൊരു 10-15 മിനിറ്റൊക്കെ ഇരുന്ന് നിങ്ങൾ പരസ്യം കണ്ടിട്ട് 5 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ വാട്ട് ഡിഫറൻസ് ഡസ് ഇറ്റ് മേക്ക്? ഓക്കെ, അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ ഒരു 100 ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ മാക്സിമം കിട്ടുമായിരിക്കും. ഓക്കെ, ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 കിട്ടും ബോണസായിട്ട്. പിന്നെ നിങ്ങളൊരു 10 പേർക്ക് ഷെയർ ചെയ്ത് റെഫർ ചെയ്തിട്ട് അവരെ കൊണ്ട് അവരുടെ പുറകെ നടന്ന് ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10-20 രൂപ ബോണസ് കിട്ടുമായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ മെത്തേഡ്സ്. അപ്പോൾ ഇങ്ങനെയല്ല ആക്ച്വലി നിങ്ങൾ ഓൺലൈനിൽ ക്യാഷ് ഉണ്ടാക്കുന്ന ആ ഒരു ഹോൾ പ്രോസസ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടേ എന്നൊരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഹൗ എക്സാക്ട്ലി ക്യാൻ യു മേക്ക് മണി ഓൺലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് സ്കെയിലബിൾ ആയിട്ടും നമ്മളുടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിനെ പൊട്ടൻഷ്യലി റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതും ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും ഉള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മെയിനായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ ഫ്രീലാൻസിങ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. വേരിയസ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻഡസ്ട്രീസിലും നീഷസിൻ്റെ അത് നിങ്ങൾക്ക് വേരിയസ് ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കുറേയധികം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കോണ്ടന്റ് പോസ്റ്റ് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വിർച്വൽ അസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഒരു സാസ് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തിട്ട് അത് സെല് ചെയ്ത് സബ്സ്ക്രിപ്ഷൻ ബേസിസിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് സെല് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇമെയിൽ ന്യൂസ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏജൻസി തുടങ്ങി പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് കുറേ അധികം ലൂക്രേറ്റീവ് ആയിട്ടും വർക്ക് ആവുന്നതും കുറേ അധികം മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ ഉള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ സർവേ ആപ്സ് അല്ലെങ്കിൽ ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ് ആപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷനോ സ്കില്ലോ ആവശ്യമില്ല. ചെന്ന് ഫോൺ എടുക്കുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു, കാണുന്നു. മേ ബി അവർ ആ ഒരു റിയലൈസ് ചെയ്യുന്നില്ല അവർക്ക്. അതായത് 25 മിനിറ്റ് അവർ സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു 5 രൂപ കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ള കാര്യം മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും റിയലൈസ് ചെയ്യുന്നില്ല. അതേസമയം അത്രയും ടൈം നമ്മൾ കുറച്ചുകൂടി കൂടുതൽ എമൗണ്ട് ഓഫ് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിയൽ സ്കിൽസ് നമുക്ക് പഠിക്കാൻ പറ്റും. അല്ലേ, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റില്ല, കോഡിംഗ് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഫ്രീലാൻസ് സർവീസ് ആയിട്ട് ഓഫർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏജൻസി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി കോഡിംഗ് അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു സാസ് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമ്മുടെ ടൈമും എനർജിയും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണോ ഇൻ 2 ഇയേഴ്സ് നിങ്ങൾ എത്രയോ മടങ്ങ് മേളിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു സാസ് പ്രോഡക്റ്റ് ഒക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു $5 പെർ മന്തിനൊക്കെയാണ് നിങ്ങൾ സെല് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ആദ്യത്തെ മന്ത് ഒരു 100 കസ്റ്റമേഴ്സിനെ കിട്ടി, പിന്നെ നെക്സ്റ്റ് വരുമ്പോൾ ഒരു 50 കസ്റ്റമേഴ്സിനെ കിട്ടി, പിന്നെ 200 കസ്റ്റമേഴ്സിനെ കിട്ടി. അങ്ങനെ റൈസായി പൊയ്ക്കൊണ്ടിരിക്കും. അത് ഇയേഴ്സ് കൂടുന്തോറും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് കിട്ടാനുള്ള ആ ഒരു ക്യാഷിൻ്റെ
ആ ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇൻകം ഭയങ്കര രീതിയിൽ കൂടുകയാണ്. ഇനിയിപ്പോൾ ഫ്രീലാൻസിങ്ങിൻ്റെ കേസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ആഫ്റ്റർ സർട്ടൻ പോയിന്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലയൻറ്റ്സ് വരികയാണ്. ഓക്കെ, ഫ്രീലാൻസിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യത്തെ ക്ലയൻറ്റ്സിന് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്. ഓക്കെ, ഇനീഷ്യൽ സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഒരു 10-12 കസ്റ്റമേഴ്സിന് കിട്ടി കഴിഞ്ഞിട്ട് അവരുടെ ടെസ്റ്റിമോണിയൽസും അവരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ഫ്രീലാൻസ് മാർക്കറ്റ് പ്ലേസിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ക്ലയൻറ്റ്സിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര അധികം ഈസി ആയിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങളൊരു $100 നിങ്ങളുടെ സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ ഇനി ഗോയിങ് ഫോർവേഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ചാർജ് ഇൻക്രീസ് ചെയ്യാനും പറ്റും, കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാനും പറ്റും. ആൻഡ് പൊട്ടൻഷ്യലി നിങ്ങളിങ്ങനെ സൈഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഓൺലൈൻ മണി മേക്കിംഗ് വെഞ്ചർ വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങളുടെ ഫുൾ ടൈം ജോബിനെ റീപ്ലേസ് ചെയ്യാൻ വരെയൊക്കെ ഉള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കെയിലബിലിറ്റി ഫാക്ടർ. നിങ്ങളിപ്പോൾ ആദ്യം പറഞ്ഞ സർവേ കാണുക, അല്ലെങ്കിൽ സർവേ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ക്യാപ്ചർ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ആഡ്സ് കാണുക, എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3-4 മണിക്കൂറൊക്കെ നിങ്ങൾ പെർ ഡേ സ്പെൻഡ് ചെയ്താലും 10-50 മാക്സിമം 100 രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പുറകെ നടന്ന് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ഈ കാര്യം ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവരെ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളും ബുദ്ധിമുട്ടി. വാട്ട്സ് ദ പോയിൻറ്റ്? അപ്പോൾ കുറച്ചുകൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിയൽ സ്കിൽസ് അക്വയർ ചെയ്തിട്ട് റിയൽ കൈൻഡ് ഓഫ് സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് ഹെൽ ലോട്ട് ഓഫ് മണി ഓൺലൈൻ. അതിപ്പോൾ നിങ്ങൾക്ക് ഫ്രീലാൻസിങ് സർവീസസ് ആയിട്ട് ഓഫർ ചെയ്തുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏജൻസി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ ബ്ലോഗിങ് ചെയ്യാം, കോണ്ടന്റ് ക്രിയേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് സർവീസസ് ഓഫർ ചെയ്യാനായിക്കോട്ടെ. വാട്ട് എവർ ദാറ്റ് ഈസ്, ദർ ഇസ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ദ ബോട്ടം ലൈൻ ഇസ് ദാറ്റ് നിങ്ങൾക്ക് കുറച്ചധികം സ്കിൽസ് അക്വയർ ചെയ്യാൻ ഒബ്വിയസ്ലി യു ഹാവ് ടു സ്പെൻഡ് സം ടൈം, റൈറ്റ്? നമ്മളിപ്പോൾ ഒരു ഓഫ്ലൈൻ ബിസിനസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാധാ കൺവെൻഷണൽ മെത്തേഡിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ നമുക്കപ്പോൾ പൈസ മുടക്കാൻ നമ്മൾ റെഡിയാണ്, ആ ഒരു പ്രോസസ്സ് പഠിക്കാൻ നമ്മൾ റെഡിയാണ്, എല്ലാ കാര്യത്തിനും നമുക്ക് ഓപ്പൺ ആണ് നമ്മൾ. പക്ഷേ ഈ ഒരു ഓൺലൈനിൽ ക്യാഷ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോഴത്തേനും വി ആർ വെരി റിലക്റ്റൻറ്റ്. നമുക്ക് ഓക്കെ, ഫോൺ എടുത്തു, നമ്മൾ തുടങ്ങി, അപ്പോൾ തന്നെ നമുക്ക് ക്യാഷ് കിട്ടണം. അപ്പോൾ അതിനെന്താ, ഈ ഒരു ആപ്സ് ഡൗൺലോഡ് ചെയ്യുക, 5 രൂപ ഇട്ടാൽ 10 രൂപ ഇട്ടാൽ, അല്ലെങ്കിൽ പ്രഡിക്ഷൻ സൈഡ് ഓഫ് തിങ്സിലേക്ക് പോവുക. പിന്നെ ദർ ഇസ് എ ഹോൾ ലോട്ട് ഓഫ് അതർ തിങ്സ്. അത് ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്കിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. എനി വിച്ച് വൈസ് അതിനെപ്പറ്റി എന്തായാലും ഫ്യൂച്ചറിലേക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. കാരണം കുറേ ലൈക്ക് ബെറ്റിംഗ് കൈൻഡ് ഓഫ് ആപ്സും പ്രൊമോഷണൽ കളർ ട്രേഡിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ അധികം ആപ്സ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി എന്തായാലും നമുക്ക് സംസാരിക്കാം. ബട്ട് ദ പോയിന്റ് ബീങ്, നിങ്ങൾ കുറച്ചുകൂടി ടൈമും എനർജിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ റിയൽ സ്കിൽസ് അക്വയർ ചെയ്തുകൊണ്ടുള്ള രീതിക്കുള്ള കാര്യങ്ങൾ നോക്കുക എന്നാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു ഹോൾ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഓൺലൈൻ വെഞ്ചർ ട്രൈ ചെയ്തിട്ട് അത് ഫെയിൽ ആയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ റിയൽ ലൈഫിലാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കി പോവുകയാണെങ്കിലോ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുകയാണ് എനിക്കൊരു സാസ് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യണം. ഇനി സാസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, അതായത് canva.com അല്ലെങ്കിൽ അഡോബി എക്സ്പ്രസ് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ വണ്ടർഷെയറിൻ്റെ ഒക്കെ കുറേ പ്രോഡക്റ്റ്സ് നമുക്ക് ഓൺലൈൻ വെബ് ബ്രൗസറിൽ ആക്സസ് ചെയ്യാൻ പറ്റിയ കുറേയധികം ടൂൾസും വെബ്സൈറ്റ്സിനൊക്കെയാണ് ഈ സാസ് എന്ന് പറയുന്നത്. ChatGPT ഇതൊക്കെ ഓരോ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതേപോലത്തെ ഒക്കെ പ്രോഡക്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് സബ്സ്ക്രിപ്ഷൻ ബേസിസിൽ മന്ത്ലി സെല്ല് ചെയ്യാൻ പറ്റുകയാണ്, നമുക്ക് കുറേയധികം ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ നിങ്ങളിപ്പോൾ ആ ഒരു പ്രോസസ്സിന് വേണ്ടി നിങ്ങൾ എന്തായാലും കോഡിങ് പഠിക്കേണ്ടി വരും അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ മാർക്കറ്റിങ്ങിലൊക്കെ ഫെയിലായി, അത് ആൾക്കാർ ഉപയോഗിക്കുന്നില്ല, അത് ഫെയിൽ ആയെന്നുണ്ടെങ്കിലും നിങ്ങൾ അലോങ് ദ വേ ലേൺ ചെയ്തിട്ട് അക്വയർ ചെയ്ത സ്കിൽസ് ഉണ്ടല്ലോ, കോഡിങ് സ്കിൽസ്, അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈസിലി ജോബ്സ് ക്രാക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെഞ്ചേഴ്സിലേക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഇൻ ദ മീൻ ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ജോബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ലോങ് സ്റ്റോറി ഷോർട്ട്, നിങ്ങൾക്ക് ഓൺലൈനിൽ ക്യാഷ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേപോലത്തെ 5-10 രൂപ അല്ലെങ്കിൽ 10, 20, 1000 രൂപ കിട്ടുന്ന ഈ ഓരോരോ കാര്യങ്ങൾ ട്രൈ ചെയ്യാതെ കുറച്ചുകൂടി സ്കെയിലബിൾ ആയിട്ടും ഫ്യൂച്ചറിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ളതായിട്ടും നിങ്ങളുടെ ജീവിതം തന്നെ പൊട്ടൻഷ്യലി മാറ്റിമറിക്കാൻ ചാൻസ് ഉള്ള കൈൻഡ് ഓഫ് സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആഫ്റ്റർ സർട്ടൻ പോയിന്റ് നിങ്ങളെ കൊണ്ട് പറ്റാത്തൊരു രീതിക്ക് എത്തുമ്പോഴത്തേനും നിങ്ങൾക്ക് ഏജൻസി ആയിട്ട് അല്ലെങ്കിൽ കുറേ ആൾക്കാരെ ഹയർ ചെയ്തിട്ട് ഒരു പ്രോപ്പർ ബിസിനസ് സെറ്റിങ്ങിലേക്ക് വരെ ഈ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെയാണ് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ 5-10 രൂപയ്ക്ക് വേണ്ടി ഈ ഒരു ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാനും ആഡ്സ് കാണാനും അല്ലെങ്കിൽ ക്യാപ്ചർ ഫില്ല് ചെയ്യാനും ഡേറ്റ എൻട്രി ജോബ്സിനും അല്ലെങ്കിൽ റെഫറൽസിലും ബെറ്റിംഗ് ആൻഡ് പ്രഡിക്ഷൻ ആപ്സിനൊക്കെ പോവാതെ റിയൽ സ്കിൽസ് ബിൽഡ് ചെയ്തിട്ട് റിയൽ ആയിട്ടുള്ള ഏർണിംഗ് ഓപ്പർച്യൂണിറ്റീസിലൂടെ ക്യാഷ് ഉണ്ടാക്കുക. ആൻഡ് ഇപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾ ആ ഒരു വാട്ട് എവർ ദാറ്റ് യു ഡു നിങ്ങൾക്ക് ഒരു 1000 രൂപ 2000 രൂപയൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നെക്സ്റ്റ് ഇയർ അത് നോക്കുമ്പോൾ 10, 20, 1 ലക്ഷം രൂപയൊക്കെ വരെ നിങ്ങൾക്കത് സ്കെയിൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നതിൽ ശ്രമിക്കുക. അപ്പോൾ അത്രയൊക്കെ എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ. ഇഫ് യു ഗൈസ് മേക്ക് ഷുർ സബ്സ്ക്രൈബ് ആൻഡ് ഐ വിൽ സീ ദി നെക്സ്റ്റ് വൺ.